അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്കെതിരായ സൈബർ ആക്രമണം ദുഷിച്ച മനസ്സുകളുടെ പ്രതിഫലനമെന്നാണ് അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി പറയുന്നത്. രാമൻ മുഴുവൻ ജനതയുടെയും സ്വത്താണ്. രാംലല്ല വിഗ്രഹത്തിൻ്റെ രൂപം ഉചിതമാണെന്നും സ്വാമി അമൃതസ്വരൂപാനന്ദപുരി അയോധ്യയിൽ വെച്ച് 24 പറഞ്ഞു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് തീരുമാനമെടുത്തതിന് പിന്നാലെ അതിനുള്ള ക്ഷണപത്രിക ആദ്യം ലഭിച്ചതിലൊരാൾ മാതാ അമൃതാനന്ദമയിയായിരുന്നു. മഠത്തെ പ്രതിനിധീകരിച്ച് അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നത്. സ്വാമിജി നേരത്തെയും അയോധ്യയിൽ വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഈ ഘട്ടത്തിൽ സരയുവിന്റെ തീരത്ത് നിൽക്കുമ്പോൾ സ്വാമിജിക്ക് എന്താണ് തോന്നുന്നത്? മുമ്പ് വന്ന അയോധ്യ അല്ലല്ലോ ഇപ്പോഴല്ലേ? അല്ല, അയോധ്യയുടെ സ്പന്ദനം, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഇവിടുത്തെ സങ്കല്പവും ഇവിടുത്തെ അന്തരീക്ഷവും ഇവിടുത്തെ സാന്നിധ്യവും ഒന്ന് തന്നെയാണ്. അത് ശ്രീരാമന്റെ സാന്നിധ്യമാണ്. കാരണം ചരിത്രാതീത കാലം മുതൽ തന്നെ അയോധ്യ എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രന്റെ ജന്മസ്ഥലമാണ്. അയോധ്യയെക്കുറിച്ച് നമ്മളുടെ രാമായണത്തിലൊക്കെ ഒരുപാട് വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അയോധ്യയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ വികാരമേ ഉള്ളൂ, ഒരൊറ്റ സ്പന്ദനമേ ഉള്ളൂ, ഒരൊറ്റ സാന്നിധ്യമേ ഉള്ളൂ. അത് ശ്രീരാമചന്ദ്രന്റെ സാന്നിധ്യമാണ്. ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യയിൽ ഉണ്ടാകാൻ പോകുന്ന മറ്റേ ഇതൊരു ലോക തീർത്ഥാടന കേന്ദ്രമായി, ലോകത്തെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി അയോധ്യ മാറും. ആ മട്ടിലാണ് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ തലത്തിൽ ലോകം മുഴുവൻ അയോധ്യയിലേക്ക് എത്തി നോക്കും, അയോധ്യയിലേക്ക് ശ്രദ്ധ കൊടുക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അയോധ്യയുടെ പ്രാധാന്യം മുഴുവൻ ശ്രീരാമനിലാണ്. അപ്പൊ അയോധ്യയിലേക്ക് ഇനിയും ഭാവിയിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നുണ്ടെങ്കിൽ അതും ശ്രീരാമചന്ദ്രന് ഇന്നത്തെ കാലഘട്ടത്തിലും ഇനിയും വരാൻ പോകുന്ന നാളുകളിലും ലോകത്തിന്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഉണ്ടായിരിക്കുന്ന പ്രാധാന്യം കൊണ്ട് തന്നെയാണ്. കാരണം അത്ര വലിയൊരു സന്ദേശമാണ് ശ്രീരാമചന്ദ്രൻ ലോകത്തിന് ഉള്ളത്, ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നൽകിയിട്ടുള്ളത്, ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്, അതുപോലെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് നൽകിയിട്ടുള്ള സന്ദേശം. അങ്ങനെ സാർവലൗകികമായിട്ട് ഉള്ള ഒരു സന്ദേശമാണ്. അതിനകത്ത് അതൊരു പ്രത്യേക ജാതിക്കോ മതത്തിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കോ അവകാശപ്പെടാവുന്ന ഒന്നല്ല ശ്രീരാമചന്ദ്രനും അദ്ദേഹം ലോകത്തിന് നൽകിയിട്ടുള്ള സന്ദേശവും. അതുകൊണ്ട് ഇനിയും വരാൻ പോകുന്ന നാളുകൾ, അതായത് ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇവിടെ വികസിക്കുമായിരിക്കാം. ഈ രാംലല്ല ഇവിടെ പ്രതിഷ്ഠിക്കുന്ന രാംലല്ല അത് യഥാർത്ഥത്തിൽ കൗസല്യയുടെ മടിയിലിരിക്കേണ്ട രാമനായിരിക്കണം എന്ന് ശങ്കരാചാര്യന്മാർ പറഞ്ഞിരുന്നു. അങ്ങനെയല്ല, പക്ഷേ ബാലരൂപത്തിലുള്ള മറ്റൊരു രാംലല്ലയാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഈ വിഗ്രഹ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഉയർന്ന അത്തരം ചർച്ചകളോട് താങ്കൾക്ക് പ്രതികരിക്കുന്നുണ്ടോ? അല്ല, കുഞ്ഞെപ്പോഴും അമ്മയുടെ മടിയിലല്ലല്ലോ ഇരിക്കുന്നത്. കുഞ്ഞെപ്പോഴും പിച്ച നടക്കും, മുട്ടിലഴയും, ഒറ്റയ്ക്ക് നടന്നു പോകും, ഉരുണ്ടു വീഴും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിനൊന്നും വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഓരോരുത്തർക്കും അവരുടേതായുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം അവരും പറഞ്ഞു എന്നുള്ളതായിരിക്കാം. ബാലരൂപം എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു പ്രാധാന്യമുള്ളത് എല്ലാ കുഞ്ഞുങ്ങൾക്കും പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ് നിഷ്കളങ്കത, ഒരു അത്ഭുതം, ലോകത്തിനെ കാണുന്ന ഒരു അത്ഭുതത്തോടുകൂടിയാണ്. പിന്നെ സ്നേഹം, ഒരു നിശ്ചയദാർഢ്യം. 365 ദിവസം നടക്കാൻ ശ്രമിച്ചു, ഒരു 3000 തവണ ഞാൻ വീണു, അതുകൊണ്ട് ഇനി ഞാൻ നടക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് ഒരു കുഞ്ഞും പറയില്ല. അപ്പം അത്രമാത്രം നിശ്ചയദാർഢ്യവും ഈ സ്നേഹം, നിഷ്കളങ്കത എന്നീ ഗുണങ്ങളും കുഞ്ഞിനുണ്ട്. അതുകൊണ്ട് ഈ ബാലരൂപം അങ്ങനെ ഒരു വലിയ സന്ദേശം ലോകത്തിന് നൽകുന്നുണ്ട്. അത് ഇന്നത്തെ കാലഘട്ടത്തിന് വളരെ ആവശ്യവുമാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൾ ചിലർക്കെതിരെ സൈബർ ആക്രമണമൊക്കെ നടക്കുന്നത് സ്വാമിജിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഉദാഹരണം KS ചിത്രയുടെ വീട്ടിൽ എത്തി, അതിനുശേഷം അവർ ഒരു രാമഭക്തി ഗാനം ആലപിച്ചു. അതിനുശേഷം ഉണ്ടായ വിവാദങ്ങൾ. അങ്ങനെ ചിത്ര തന്നെയല്ല, പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സൈബർ ലോകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. സ്വാമിജി ശ്രദ്ധിച്ചിരുന്നു? അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ ഞാൻ അതിനൊന്നും വലിയ ഒരു ഗൗരവം നൽകാറില്ല. കാരണം ഇതൊക്കെ ഈ ദുഷിച്ച മനസ്സുകളുടെ, സംസ്കാരശൂന്യമായ മനസ്സുകളുടെ, താണവികാരങ്ങളും മാത്രം പ്രകടിപ്പിക്കാൻ കഴിയുന്ന മനസ്സുകളുടെ, ഒരാത്മനിയന്ത്രണവും ഇല്ലാത്ത മനസ്സുകളുടെ അവരുടെ വൈകല്യം അവർ സ്വയം ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കുന്നു എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. വിമർശനമാകാം, അത് കുറച്ച് ക്രിയാത്മകമായിരിക്കണം, സമൂഹത്തിന് പ്രയോജനപ്പെടുന്നതായിരിക്കണം.
വളരെ നന്ദി സ്വാമിജി ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇതാണ് ഈ പ്രണപ്രതിഷ്ഠയ്ക്ക് എന്താണ് മണിക്കൂറുകൾ കഷ്ടിച്ച് മാത്രം ബാക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രതികരിക്കാനുള്ളത് 24-നോട്.